ഒരു കുറവുമില്ല. പൊള്ളുന്ന ചൂടേറ്റ് അവളാകെ തളർന്നു. ഇന്ന് എന്തു പറ്റി? വെയിലിൻ്റെ ചൂട് എന്നും ഏൽക്കുന്നത് എനിക്ക്. ഇന്നത്തെ ദിവസം വളരെ സന്തോഷം ഉണ്ടാവേണ്ടതാണ്. കച്ചവടം കഴിഞ്ഞ് വളരെ നേരത്തെ മടങ്ങാനും കഴിയും. മഴ പെയ്യുന്നതിന് മുമ്പ് തിരിച്ചെത്താം. സാധാരണ കിട്ടാറുള്ളതിൽ കൂടുതൽ പണവും കിട്ടി. എന്നിട്ടും എന്തോ ഒരു നഷ്ടബോധം. താൻ ഇത് കൂടുതൽ ആഗ്രഹിക്കാൻ പാടുണ്ടോ? അന്നത്തെ ആഹാരത്തിനുള്ളത് സമ്പാദിക്കുക. നാളെ എന്നൊരു ചിന്ത ഇതുവരെ ഉണ്ടായിട്ടില്ല. വെളുത്ത പൊടിയും പശയും ചേർത്ത് അച്ചുകളിൽ ഒഴിച്ചുണ്ടാക്കുന്ന രൂപങ്ങൾ ദിവസങ്ങളോളം വെയിൽ വെച്ച് ഉണക്കിയെടുക്കുന്നു. പിന്നെ അതിനെ അലസതയുടെ ചായങ്ങൾ തേച്ച് വിൽക്കുന്നു. പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മറച്ച പൊടികൾ, അവിടെ നിസ്സഹായരായ മനുഷ്യരുടെ കൈവിരലുകളിൽ ഒരുങ്ങുന്ന ദൈവങ്ങളെ വിറ്റ് കാശാക്കുന്നവർ. അതും അന്നത്തെ ആഹാരത്തിന് വേണ്ടി മാത്രം. അവർക്ക് ദൈവങ്ങളോടോ ദൈവങ്ങൾക്ക് അവരോടോ ഒരു പരാതിയുമില്ലാതെ. അവളുടെ ചിന്തകൾ അവളുടെ ഉള്ളിൽ നിന്നും മഴപ്പാറ്റുകളായി ഉയർന്നു പൊങ്ങി. വേനൽ ചൂടിൽ നിന്നും മഴയുടെ വെറുതിയിലേക്ക് കൂപ്പുകുത്തുന്നതിന് മുമ്പ് എന്നും ചെയ്യാറുള്ളത് പോലെ മഴയ്ക്ക് മുമ്പേ ഉണക്കി വെച്ചിരുന്ന പ്രതിമകൾ ഒന്നൊന്നായി ചായം പൂശിക്കൊണ്ടിരുന്നു. വെറുതെ കുസൃതി തോന്നി. എന്നും ഒരേ നിറത്തിൽ വെള്ള, ചുവപ്പ്, പച്ച കണ്ടു മടുത്തു നിറഞ്ഞ കുസൃതി അറിഞ്ഞ അവളുടെ ഉള്ളിലെ കലാകാരി പ്രണയത്തിൻ്റെ ചായങ്ങൾ ചേർത്ത് നിറങ്ങൾ കൂട്ടിച്ചേർത്ത് പുതിയ വർണ്ണങ്ങൾ ഉണ്ടാക്കി. കൃഷ്ണ വിഗ്രഹത്തിൽ ചായം തേച്ചു. അവൾ ആ വിഗ്രഹത്തെ പല വിധത്തിൽ നോക്കി. അപ്പോഴൊക്കെ ഒരു ആത്മസംതൃപ്തി നിറഞ്ഞു. മറ്റു പ്രതിമകളുടെ കൂട്ടത്തിൽ ആ പ്രതിമയും കൊണ്ടുപോയി. ആദ്യം പറഞ്ഞ വിലയിൽ ഒട്ടും കുറയാതെ ആ പ്രതിമ വിറ്റുപോയി. മറ്റുള്ളവയും വളരെ പെട്ടെന്ന് തന്നെ വിറ്റുതീർന്നു. അന്ന് അവൾക്ക് വല്ലാത്ത ക്ഷീണം തോന്നി. മനസ്സിലെ വിജയവും ഒരു കാർമേഘം ഉരുണ്ടുകൂടി. അവൾ ഒന്നും കഴിച്ചില്ല. അടുത്ത് കണ്ട ഒരു മരത്തിൻ്റെ തണലിലിരുന്നു. ക്ഷീണം കാരണം ഉറങ്ങിപ്പോയി. മനോഹരമായ ഒരു വേണുഗാനം കേട്ടു. അതിൻ്റെ പിറകെ അവൾ നടന്നു. നിലാവ് മരച്ചില്ലകളിലൂടെ പെയ്തിറങ്ങുന്നു. ഒഴുകി വന്ന ഗാനം പെട്ടെന്ന് നിലച്ചു. അവളും നിന്നു. അവൾ ചുറ്റും നോക്കി. ആൽമരത്തിന് അരികെ മുകളിലോട്ട് നോക്കി. അവിടെ ആരെയോ തിരിഞ്ഞു. ആലിലകളുടെ നേർത്ത മരം മാത്രം. കാളന്തിയുടെ ഓളങ്ങൾ ആ നിലാവിലും ഇരുണ്ടു നിന്നു. അവൾ നനഞ്ഞ മണ്ണിലൂടെ ആരുടെയോ കാൽപ്പാടുകളെ പിന്തുടർന്നു. വിരഹം കൊണ്ട് ഭ്രാന്തമായ അവൾ നനഞ്ഞ മണ്ണിൽ മനസ്സിലെ രൂപം വരയ്ക്കാൻ തുടങ്ങി. ആഗ്രഹങ്ങളുടെ മഷിത്തണ്ടുകൊണ്ട് കാളിന്തിയിലെ കാർമേഘവർണ്ണങ്ങൾ ചാലിച്ചെടുത്തു. നിറമുള്ള സ്വപ്നങ്ങൾ കൊണ്ട് മയിൽപ്പീലി തീർത്തുവെച്ചു. ഹൃദയം വേദനയോടെ അടർത്തി മാറ്റുമ്പോൾ വീഴുന്ന മഞ്ചാടിക്കുരുക്കൾ കൊണ്ട് ചുണ്ടുകളും, മോഹങ്ങൾ സ്വരങ്ങളായി മാറുന്ന വേണുവും, വിളറി വെളുത്ത പ്രതീക്ഷകൾ കൊണ്ട് പീതാംബരവും, പ്രണയ സാഫല്യങ്ങളുടെ വാടാമലരുകൾ കൊണ്ട് വനങ്ങളെയും, അടർന്നു വീഴുന്ന കണ്ണീരിൽ ചാലിച്ച് ഗോരോചനവും ചാർത്തി. ആത്മസമർപ്പണം കൊണ്ട് ആ മാറിലെ ശ്രീവത്സമായി. കാളിന്തിയിലെ ഓളങ്ങൾ വന്ന് അവളുടെ സ്വപ്നങ്ങൾ മുഴുവനും കാളിന്തിയിൽ ഏൽപ്പിച്ചു. വിരഹം കൊണ്ട് അന്ധയായ അവൾ കാളിന്തിയുടെ ഓളങ്ങളിൽ മുങ്ങിപ്പോയ ഒരു മയിൽപ്പീലി കൊണ്ടുതേടി പതിയെ അവളുടെ ശരീരം വെള്ളത്തിൽ നോക്കി. സ്വപ്നത്തിൽ നിന്നും ഉണർന്നു. വരണ്ടുണങ്ങിയ മണ്ണിലേക്ക് അപ്പോഴേക്കും മഴ പിടിച്ചു പെയ്യാൻ തുടങ്ങി.